ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കറക്റ്റ് സീക്വൻസ് ഓഫ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വാല്യൂ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ഗിവൺ ഗ്യാസ്. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ 4 ഗ്യാസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, എയർ, പിന്നെ CO2. അപ്പോ ഇതില് ഓരോന്നിന്റെയും ഗ്യാസ് കോൺസ്റ്റന്റ് വ്യത്യാസമായിരിക്കല്ലോ. അതിന്റെ ഡിക്രീസിങ് ഓർഡർ, ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. പറയാൻ പറ്റുമോ? ഇതിൽ പെട്ടെന്ന് നോക്കിയിട്ട് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ഡിക്രീസിങ് ഓർഡർ പറയാൻ പറ്റുമോ? നമ്മള് ഇത് പെട്ടെന്ന് പറയാൻ വേണ്ടി ഇത് റിലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മോളിക്കുലർ വെയിറ്റ്, ഗ്യാസിന്റെ മോളിക്കുലർ വെയിറ്റ്, എല്ലാം നമുക്ക് അറിയുന്ന ഗ്യാസുകളല്ലേ, അതിന്റെ ഒരു മോളിക്കുലർ വെയിറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എന്താണ്? PV = mRT ആണ്. ഇതിൽ തന്നെ മാസിനെ, മോളിക്കുലർ വെയിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു നമ്പർ ഓഫ് ഇതിന്റെ തന്നെ മാസിനെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു R ഇൻറ്റു T എന്ന് എഴുതാം. അതായത് PV = N ഇൻറ്റു M, ക്യാപിറ്റൽ M, മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻറ്റു T. അതായത് പിന്നെ നമ്മൾ പറഞ്ഞു PV = N ഇൻറ്റു RU ഇൻറ്റു T, അതായത് മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഈക്വൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എപ്പോഴും എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ. അതാണ് ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അതായത് നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ഒന്നും വേണ്ട, അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കുക. അത് കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞൂടെ? സിമ്പിൾ ആയിട്ട് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ആറിന്റെ വാല്യൂ ഏതിലാണ് കൂടുതൽ, ആറിന്റെ വാല്യൂ ഏതിനാണ് കുറവ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ മോളിക്കുലർ വെയിറ്റിന്റെ, ഹൈഡ്രജന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാ? H2, 2 മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ. ഇനി മോളിക്കുലർ വെയിറ്റ് ഓഫ് നൈട്രജൻ എത്രയാ? 14 × 2, 28. മോളിക്കുലർ വെയിറ്റ് ഓഫ് എയർ എത്രയാ? 29. മോളിക്കുലർ വെയിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം 44. ഒറ്റയടിക്ക് ആൻസർ കിട്ടൂലേ? മോളിക്കുലർ വെയിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡർ ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആവുന്നുണ്ടോ? നൈട്രജൻ്റെത് 14 അല്ലേ? 14 × 2 അല്ലേ ഒരു നൈട്രജൻ? N2 വരുമ്പോ മോളിക്കുലർ വെയിറ്റ് വരുമ്പോ N14 അല്ലേ? നൈട്രജൻ്റെത് 14, അത് N2 വരുമ്പോ × 2 അങ്ങനെയല്ലേ വരുമോ? 14 ആണ് നൈട്രജന്റെ. ഓക്കെ, അപ്പോ
ആദ്യത്തെ ഓപ്ഷനാണ് വരിക. കാരണം എന്താണ്, മോളിക്കുലാർ വെയിറ്റിന്റെ ഇൻക്രീസിങ് ആയിരിക്കും, മോളിക്കുലാർ വെയിറ്റിന്റെ ഇൻക്രീസിങ് ഓർഡർ ആയിരിക്കും എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ഡിക്രീസിങ് ഓർഡർ. ഓക്കെ, അപ്പോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ആൻസറിന്റെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പിന്നെ ഇത് വിടണേ, മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആകുമ്പോൾ തീരെ ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, കാര്യങ്ങൾ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഇതിപ്പോ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാന്നുള്ളതാണ്. ഇപ്പോ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ എന്ന് പറയുന്നത് എന്താ, മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ അവിടെ ഐഡിയൽ ഗ്യാസിന്റെ പറഞ്ഞാണ് റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്, അല്ലെ? റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു, ഈ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ പിന്നെ മോണോഅറ്റോമിക് ഗ്യാസ്, ഡയറ്റോമിക് ഗ്യാസ്, ട്രയറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ക്വസ്റ്റ്യൻ വരുന്ന വേറൊന്നാണ് ഈ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്, ഗാമയുടെ വാല്യൂസ്. മോണോഅറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ, അതായത് ഹീലിയം, ആർഗൺ, അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസിന്റെ ഒക്കെ കേസിൽ മോണോഅറ്റോമിക് ഗ്യാസ് ആയിരിക്കും ഇതൊക്കെ. മോണോഅറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമ വാല്യൂ എന്ന് പറയുന്നത് 5/3 അല്ലെ 1.6 ആയിരിക്കും. ഡയറ്റോമിക് ഗ്യാസിന്റെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള കേസുകളിൽ 1.4 ആയിരിക്കും. പിന്നെ ട്രയറ്റോമിക് ഗ്യാസിന്റെ കേസിലാണെങ്കിൽ 1.3. പിന്നെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് മറ്റൊരു റിലേഷൻ CP മൈനസ് CV. ഇതും എപ്പോഴും ഓർത്ത് വെച്ചോണ്ടേ. ഈ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. CP വാല്യൂ CV വാല്യൂ തന്നിട്ട് ചിലപ്പോൾ 6 കാണാൻ പറയും, അല്ലെങ്കിൽ 6 തന്നിട്ട് ഇതിൽ ഏതൊക്കെ ഒരു വാല്യൂ തന്നിട്ട് CV വാല്യൂ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണം. പിന്നെ നമ്മൾ ബൈഹാർട്ടായിട്ട് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യമാണ് എയറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, അതും ഓർത്ത് വെക്കുക. അതുപോലെ എയറിന്റെ CP വാല്യൂ CV വാല്യൂ 1.00, CP വാല്യൂ 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. CV വാല്യൂ 0.718 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഈ രണ്ട് വാല്യൂസ് ഓർത്ത് വെക്കണം. എയറിന്റെ ഗാമ വാല്യൂ 1.41. എയറിന്റെ എല്ലാ വാല്യൂസും നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചോളണം. അതൊന്നും എവിടെയും തരൂല, ക്വസ്റ്റ്യനിൽ എവിടെയും തരില്ല. എയറിന്റെ വാല്യൂസ് എവിടെയും തരൂല, അത് നമ്മൾ ഓർത്ത് വെച്ചോളണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ആൻ ആൽക്കഹോൾ ആൻഡ് എ മെർക്കുറി തെർമോമീറ്റർ റീഡ് എക്സാക്ട്ലി 0 degree at ice point and 100 degree at steam point, and the distance between 2 points is divided into 100 equal parts in both thermometer. Two thermometer will give exactly same reading at 50 degree Celsius. ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഒരു ആൽക്കഹോൾ തെർമോമീറ്റർ ഉണ്ട്, അതായത് രണ്ട് തെർമോമീറ്റർ. ഒന്നിൽ എന്താണ്, ഒന്നിൽ ആൽക്കഹോൾ ആണ്, വേറൊരു തെർമോമീറ്റർ അതിൽ മെർക്കുറി ആണ്. ഓക്കെ, രണ്ടിന്റെയും ഐസ് പോയിന്റ് 0 ആണ് കാണിക്കുന്നത്, 0 ഡിഗ്രി. ഐസ് പോയിന്റ് എക്സാക്ട്ലി 0 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, രണ്ടിലും കാണിക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസ്. രണ്ടും 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the two thermometer will give exactly same reading at 50 degree Celsius. 50 degree Celsius രണ്ട് തെർമോമീറ്ററും എക്സാക്ട്ലി സെയിം ടെമ്പറേച്ചർ കാണിക്കും, അല്ലെങ്കിൽ സെയിം റീഡിങ് കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? അതിൽ റീസൺ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ സ്കെയിൽസ് ആർ ആർബിട്രറി. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 50 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പൊ ഒന്ന് ആൽക്കഹോൾ ആണ്, ഒന്ന് മെർക്കുറി ആണ്. അപ്പോൾ ഇത് രണ്ടിന്റെയും നമ്മളിവിടെ തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്, അല്ലെ? ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് തെർമോമെട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഇതിന്റെ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഒരുപോലെ ആവണമെന്നൊരു നിർബന്ധമില്ല. കാരണം തെർമോമെട്രിക് നമ്മൾ അതിലുപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഒന്ന് ആൽക്കഹോൾ ആണ്, ഒന്ന് മെർക്കുറി ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ റേറ്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പോ
ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ അസർഷൻ എന്താണ്? അത് ഫോൾസ് ആയിരിക്കും. ഓക്കെ. ടെമ്പറേച്ചർ സ്കെയിൽസ് ആർ ആർബിട്രറി. ടെമ്പറേച്ചർ സ്കെയിൽ എന്താണ്? റാൻഡം ആയിട്ടാണ്. അതായത് പിന്നെ ഡിപ്പെൻഡ് ചെയ്യും. തെർമോമെട്രിക് ഫ്ലൂയിഡിനെ ഏത് പ്രോപ്പർട്ടിയാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തെർമോമെട്രിക് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ റീസൺ കറക്റ്റ് ആണ്, പക്ഷെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അതാണ് അതിന്റെ ആൻസർ എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ്. സീറോത്ത് ലോ നമുക്കറിയാം എന്താണ്? സീറോത്ത് ലോ ആണ് ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്. സീറോത്ത് ലോ പറയുന്നത് എന്താണ്? വെൻ ടു സിസ്റ്റംസ് ആർ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അത്രേനെ പറയുന്നുള്ളൂ. അതായത് രണ്ട് സിസ്റ്റംസ് എയും ബിയും എന്നുള്ള രണ്ട് സിസ്റ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. എയും ബിയും ഇൻഡിവിജ്വലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ഇൻഡിവിജ്വലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇതിൽ ബി ഇൻഡിവിജ്വലി സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എ ഇൻഡിവിജ്വലി സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സോറി, അതായത് ഇവിടെ രണ്ട് സിസ്റ്റം ഉണ്ടാക്കുക, എയും ബിയും. ഈ ബി ഇൻഡിവിജ്വലി ഒരു സി എന്നുള്ള സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എ ഇൻഡിവിജ്വലി സി എന്നുള്ള സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് സീറോത്ത് ലോ പറയുന്നത്. അതായത് വെൻ ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ഓക്കെ. അതൊന്നും ഡൗട്ട് ഇല്ലല്ലോ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ സീറോത്ത് ലോന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ടു ബ്ലോക്സ് വിച്ച് ആർ അറ്റ് ഡിഫറെന്റ് സ്റ്റേറ്റ് ആർ ബോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് അലൗഡ് ടു റീച്ച് എ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. ദെൻ ഫൈനൽ ടെമ്പറേച്ചർ അറ്റൈൻഡ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ. ഏത് ലോ ആണെന്നുള്ളത് അത് സീറോത്ത് ലോ ആണ്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് ഓടിച്ചിട്ട് പോവാം. പിന്നെ എ ക്ലോസ്ഡ് തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ കേസിൽ എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് തെർമോഡൈനാമിക് സിസ്റ്റം സിസ്റ്റത്തിന്റെ കേസിൽ എനർജി ട്രാൻസ്ഫർ നടക്കും അല്ലെ? എനർജി ട്രാൻസ്ഫർ നടക്കും, മാസ് ട്രാൻസ്ഫർ എന്തുണ്ടാവില്ല? മാസ് ട്രാൻസ്ഫർ നടക്കൂല. എനർജിക്ക് എന്ത് ചെയ്യാം? എനർജിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ ദർ ഈസ് നോ എനർജി ട്രാൻസ്ഫർ ബട്ട് മാസ് ട്രാൻസ്ഫർ എക്സിസ്റ്റ് ഒരു ക്ലോസ്ഡ് തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ കേസിൽ. ക്ലോസ്ഡ് തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ കേസിൽ മാസ് ട്രാൻസ്ഫർ നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ മാസ് ആണ്. ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് മാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. മാസ് പെർമനന്റ് ആണ്, അല്ലെങ്കിൽ മാസ് കോൺസ്റ്റന്റ് ആണ്. കൺട്രോൾ മാസ് സിസ്റ്റംസ് ആണ് എന്ത്? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ സിസ്റ്റം ആകുമ്പോഴോ? ഓപ്പൺ സിസ്റ്റം ആകുമ്പോൾ എന്താണ്? നമുക്ക് എനർജി ട്രാൻസ്ഫർ നടക്കും, മാസ് ട്രാൻസ്ഫർ നടക്കും. ബൗണ്ടറിക്ക് അക്രോസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർ നടക്കും, മാസ് ട്രാൻസ്ഫർ നടക്കും. അതുകൊണ്ട് തന്നെ അതൊരു കൺട്രോൾ വോളിയം സിസ്റ്റം ആണ്. നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോളിയം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയൻ, ഒരു പർട്ടിക്കുലർ വോളിയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ കൺട്രോൾ വോളിയത്തിലേക്ക്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിലേക്ക് എനർജി ഇന്നാവാം, മാസ് ഇന്നാവാം. അതുപോലെ തന്നെ എനർജി ഔട്ട് ആവാം, മാസ് ഔട്ട് ആവാം. ഓക്കെ. അപ്പോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ മാസ് സിസ്റ്റം ആണ്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ വോളിയം സിസ്റ്റം ആണ്. ഓപ്പൺ സിസ്റ്റത്തിൽ നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്യണം, ഒരു പെർമനന്റ് ഒരു വോളിയമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ വോളിയത്തിലേക്ക് എനർജി വരാം, മാസും വരാം. എനർജി ഔട്ട് ആവാം, മാസും ഔട്ട് ആവാം. ഓക്കെ. അതേസമയം നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ മാസ് ആണ്. ആ സിസ്റ്റം എന്താണ്? അതിൽ എനർജി ട്രാൻസ്ഫർ നടക്കും, പക്ഷെ എന്ത് നടക്കില്ല? മാസ് ട്രാൻസ്ഫർ നടക്കില്ല. ഓക്കെ. ഇനി ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാവുന്ന വളരെ ചാൻസ് ഉള്ളതാണ്. നമ്മൾക്ക് കുറെ പ്രോപ്പർട്ടി 2-3 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്ക് പഠിച്ചു പോകും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം? എന്തായിരുന്നു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ്. ഇന്റൻസീവ് ക്ലിയർ ആയില്ല, എന്ന് പറയോ?
ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻഡിപെൻഡന്റ് ചെയ്യും. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി നോക്കുക. ഡെൻസിറ്റി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. നമ്മളോട് ചോദിച്ചത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. നമ്മളൊരു ഇപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്മളൊരു അയണിന്റെ ഡെൻസിറ്റി അങ്ങനെ എന്തിന്റെയൊക്കെ ഡെൻസിറ്റി പറയുമ്പോൾ നമുക്ക് അതിൽ ഇപ്പോ 1 കിലോ ആണെങ്കിലും 2 കിലോ ആണെങ്കിലോ അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡെൻസിറ്റി മാറുന്നുണ്ടോ? ഇല്ലല്ലോ. മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡെൻസിറ്റി മാറുന്നില്ല. അപ്പൊ ഡെൻസിറ്റി എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ. അതുപോലെ ടെമ്പറേച്ചർ മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നില്ല. പ്രഷർ മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്നില്ല. പക്ഷെ വോളിയം മാറാം. ഓക്കെ. വോളിയമാണ് എന്ത്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വോളിയം എപ്പോഴും ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് വോളിയം, അതായത് വോളിയം ബൈ മാസ്. വോളിയം ബൈ മാസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റിന്റെ ഓപ്പോസിറ്റ്. അപ്പോ സ്പെസിഫിക് വോളിയം ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് എന്ന് വെച്ചിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ ഇന്റൻസീവ് ആണ്. സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എൻട്രോപ്പി ഒക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും ഇന്റൻസീവ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഒരുവിധമെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് പോകും. അതുപോലെ തന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസും ഒരുവിധമെല്ലാം കൺസിഡർ ചെയ്ത് പോകും. ഇപ്പൊ നിങ്ങൾ എക്സ്റ്റൻസീവ് നോക്കുവാണെങ്കിൽ മാസ്, വോളിയം, എനർജി, അതായത് എൻതാൽപ്പി, എൻട്രോപ്പി, അതുപോലെ എനർജി, ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കും എൻതാൽപ്പി എക്സ്റ്റൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്ന് ചോദിക്കും. അതേ അടുത്ത കേസിൽ നേരെ ചോദിക്കും സ്പെസിഫിക് എൻതാൽപ്പി എന്നായിരിക്കും. സ്പെസിഫിക് എൻതാൽപ്പി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റൻസീവ് ആണ്. സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ബൈ മാസ് ആണ് എന്ത്? സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ബൈ മാസ്. എൻതാൽപ്പി ബൈ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസീവ് ആണ്. അതേസമയം വെറും എൻതാൽപ്പി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റൻസീവ് ആണ്. ഓക്കെ. അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, അതുപോലെ വിസ്കോസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി. ഇതൊക്കെ എന്താണ്? ഇന്റൻസീവ് ആണ്. നമുക്കിപ്പോ വിസ്കോസിറ്റി ഒക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ എന്ന് തോന്നും. അല്ല, വിസ്കോസിറ്റി ഒക്കെ നമുക്ക് എപ്പോഴും ഒരു ലിക്വിഡിന്റെ അല്ലെ, അല്ലെങ്കിൽ അത് ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ മാറുന്നുണ്ടാവും. അല്ലാതെ വിസ്കോസിറ്റി എന്തല്ല മാസിനനുസരിച്ച് മാറില്ല. അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. ഡൗട്ട് ഉണ്ടോ എന്നെങ്കിലും? എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് ആണോ എക്സ്റ്റെൻഡ്? അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ മാസ് ആണ് എന്ത്? സ്പെസിഫിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്പർ ഓഫ് കമ്പോണൻസ് C, phase P, degree of freedom F, then Gibbs phase rule in the equation. Okay. Gibbs phase rule in the equation എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Gibbs phase rule is equal to P plus F is equal to C plus 2. P plus F is equal to C plus 2. അതായത് ഈ P എന്ന് പറയുന്നത് എന്താണ്? എത്ര ഫേസ്, നമ്പർ ഓഫ് ഫേസസ് ഓഫ് സബ്സ്റ്റൻസ്. F എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. C എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കമ്പോണൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിംഗിൾ ഫേസിലുള്ള സിസ്റ്റത്തിന്, ഇപ്പൊ സോളിഡ് ഫേസ്, ലിക്വിഡ് ഫേസ്, ഗ്യാസ് ഫേസ് നോക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ ഫേസിലാണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയും. ഒന്നിലധികം ഫേസിന്റെ നമ്മൾ എന്താ പറഞ്ഞ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ. ഇത് രണ്ടിന്റെയും മിക്സ് വരുമ്പോൾ, ഒന്നിലധികം ഫേസിന്റെ മിക്സ് വരുമ്പോഴാണ് അവിടെ നമ്മൾ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഗിബ്സ് ഫേസ് റൂൾ നമ്മൾ പറഞ്ഞു P plus F is equal to C plus 2. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൂടി നമ്മൾ പറഞ്ഞു. ഈ F എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്
മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് വേരിയബിൾ റിക്വയർഡ് ടു ഫിക്സ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അതായത് നമുക്കൊരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മിനിമം എത്ര പ്രോപ്പർട്ടീസ് നമ്മൾ ഫിക്സ് ചെയ്യണം. നമുക്കിപ്പോ ഒരു സിസ്റ്റത്തിൽ ജസ്റ്റ് ആ സിസ്റ്റത്തിന്റെ ഒരു 1 എന്നുള്ള സ്റ്റേറ്റിലാണ് സിസ്റ്റം ഉള്ളതെന്ന് ഇരിക്കുക. അപ്പൊ അവിടുത്തെ പ്രഷർ P1, T1, V1, വോളിയം V1 ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇതിൽ P1 മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ T1 ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ബാക്കി എല്ലാ പ്രോപ്പർട്ടിയും ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ സിസ്റ്റം 1 എന്നുള്ള സ്റ്റേറ്റിൽ ആ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയാം. അതായത് അവിടെ ഒരു പ്രോപ്പർട്ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റിൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 പ്രോപ്പർട്ടി വേണമെന്ന് വിചാരിക്കുക, പ്രഷറും വോളിയം വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. അതായത് 2 പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ, ഒരു 1 എന്നുള്ള പോയിന്റിൽ അവിടുത്തെ പ്രഷറും അവിടുത്തെ വോളിയം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആ സ്റ്റേറ്റിൽ സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. ഇനി 3 വേണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണ്. അപ്പൊ 3 പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്താലേ നമുക്ക് ആ സിസ്റ്റത്തിന് ആ സ്റ്റേറ്റ് 1 ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആകുന്ന കേസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു യുണീക്ക് സ്റ്റേറ്റ് ആയിരിക്കും. അവിടെ പ്രഷറും ടെമ്പറേച്ചറും വോളിയം ഒക്കെ എന്തായിരിക്കും? ഒരു ഡിഫൈൻഡ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വാല്യൂവിൽ ആ ഒരു പ്രഷറും ടെമ്പറേച്ചറും വോളിയം മാത്രമേ കാണുള്ളൂ ആ ഒരു സ്റ്റേറ്റിൽ. വേറെ ഒരു പ്രഷർ വാല്യൂയോ ടെമ്പറേച്ചർ വാല്യൂയോ വോളിയം വാല്യൂയോ കാണില്ല. അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എല്ലാ പ്രോപ്പർട്ടി എന്തായിരിക്കും? ആ ഒരു സ്റ്റേറ്റിൽ യുണീക്ക് ആയിരിക്കും. നമ്മൾ വാട്ടറിന്റെ കേസിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പോൾ വാട്ടറിന്റെ 3 ഫേസ് ആണ്. വാട്ടർ വേപ്പർ, വാട്ടർ, ഐസ്. ഓക്കെ, അപ്പോ നമ്മള് ആദ്യത്തെ കേസിൽ ലിക്വിഡ് വാട്ടർ മാത്രമാണെന്ന് വിചാരിക്കുക. ലിക്വിഡ് വാട്ടർ മാത്രമാണെങ്കിൽ ഫേസ് 1 ആണ് അല്ലെ? കമ്പോണന്റ് എന്താണ്? H2O തന്നെയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ P+F=C+2 എന്ന് പറയുമ്പോൾ നമുക്ക് F=2 എന്ന് പറയും. അപ്പൊ ഈ വാട്ടർ ഈ ഒരു സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 പ്രോപ്പർട്ടീസ്, പ്രഷർ, ടെമ്പറേച്ചർ, അങ്ങനെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് കേസിൽ വാട്ടർ വേപ്പറും ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. വേപ്പറും ലിക്വിഡ് വാട്ടറും ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഫേസ് 2 ഉണ്ട്, വേപ്പറും ഉണ്ട്, ലിക്വിഡും ഉണ്ട്. കമ്പോണന്റ് എപ്പോഴും വാട്ടറിന്റെ കെമിക്കൽ കോമ്പൗണ്ട് H2O തന്നെയല്ലേ? അപ്പോൾ കമ്പോണന്റ് അന്നേരവും 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ ഈ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി, പ്രഷർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം പറയാൻ പറ്റും, അല്ലെങ്കിൽ വോളിയം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പറയാൻ പറ്റും. അതേസമയം ഇത് 3 കോ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്, ലിക്വിഡ്, വേപ്പർ, ഐസ്, ഇത് 3 കോ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ, അതായത് ഫേസ് 3 ആവുന്ന സ്റ്റേറ്റിൽ കമ്പോണന്റ് 1 തന്നെ, ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് വാട്ടർ 3 ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ആകെ ഒരു ഫേസേ ഉള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, വാട്ടർ 3 ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ വേപ്പർ, ഐസ്, വാട്ടർ വേപ്പർ, ഐസ്, ഇത് 3ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസേ ഉണ്ടാവുള്ളൂ. അതാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിൽ വാട്ടറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 0. ഒരു ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0. അതായത് നമ്പർ ഓഫ് എത്ര ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് നമുക്ക് ഫിക്സ് ചെയ്യണം അവിടുത്തെ ഒരു സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ. നമുക്ക് ഒന്നും ഫിക്സ് ചെയ്യണ്ട, കാരണം അവിടുത്തെ സ്റ്റേറ്റ് എല്ലാം ഡിഫൈൻഡ് ആണ്. അതൊരു യുണീക്ക് പോയിന്റ് ആണ്. അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിലെ ടെമ്പറേച്ചറിന്റെ വാല്യൂ. നമ്മൾ പറഞ്ഞു ഏത് ടെമ്പറേച്ചറിലാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഉണ്ടാവുക എന്ന് വെച്ചാൽ 273.16 കെൽവിൻ. ഈ ഒരു ടെമ്പറേച്ചർ മാത്രമാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിന് ഉണ്ടാവുക. 273.16 കെൽവിൻ അല്ലെങ്കിൽ 0.01 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഓപ്ഷനിൽ 273, 273.15, 16 അങ്ങനെ വരും. അപ്പോൾ കറക്റ്റ് ആയിട്ട് 273.16 കെൽവിൻ എന്ന് പറയാൻ പറ്റണം. അതുപോലെ ചോദിക്കുന്നതാണ് ട്രിപ്പിൾ പോയിന്റിൽ പ്രഷർ, വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റിലെ പ്രഷർ 0.6117 കിലോ പാസ്കൽ. ഓക്കെ, ഈ വാല്യൂ ആയിരിക്കും ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിന് ഉണ്ടാവുക, വാട്ടറിലെ പ്രഷർ വാല്യൂ. ഓക്കെ, അപ്പോൾ ആ 2 വാല്യൂസും ട്രിപ്പിൾ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗിബ്സ് ഫേസ് റൂൾ P+F=C+2, നമ്മുടെ ആൻസർ D. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്ത ക്വസ്റ്റിനെ നമ്മൾ ഇത് ചെറിയൊരു റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചോദിക്കാം, ചെറിയ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടുള്ളത് ചോദിക്കാം. ഇൻ ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ സേ റോ ഡിഗ്രി, അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി റോ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് അറ്റ്മോസ്ഫിയർ ഇസ് 100 ഡിഗ്രി റോ ആൻഡ് 300 ഡിഗ്രി റോ. കോറിലേറ്റ് സ്കെയിൽ വിത്ത് സെന്റിഗ്രേഡ് സ്കെയിൽ. റീഡിംഗ് ഓഫ് 0 ഡിഗ്രി റോ ഓൺ സെന്റിഗ്രേഡ് സ്കെയിൽ ഈസ്, അതായത് നമുക്കൊരു ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്, അതിന്റെ മെഷർമെന്റ് നമ്മൾ ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുമ്പോൾ പോലെ ഡിഗ്രി റോ ആണ് നമ്മൾ പറയുന്നത്. അതില് ഫ്രീസിംഗ് പോയിന്റ്, അതായത് ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി റോയും വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി റോയും പിന്നെ ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 300 ഡിഗ്രി റോയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതും സെന്റിഗ്രേഡ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 0 ഡിഗ്രി റോ എന്നുള്ള ടെമ്പറേച്ചർ സെന്റിഗ്രേഡിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടെമ്പറേച്ചറിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെത്തേഡ് ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ എന്നാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് റെഫറൻസ് ആയി വെച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന കേസുകളുണ്ട്. അതുപോലെ സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും വെച്ചിട്ട് മെഷർ ചെയ്യുന്ന കേസുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും റിലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ മെഷറിംഗ് മെത്തേഡാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു നമ്മളെ മെഷർമെന്റ് ടെമ്പറേച്ചർ, അതായത് ഏത് പ്രോപ്പർട്ടിയാണ് മെഷർ ചെയ്യുന്നത് അത് മൈനസ് അതിന്റെ ഐസ് പോയിന്റ് ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റീം പോയിന്റിലെ ടെമ്പറേച്ചർ മൈനസ് അതിന്റെ ഐസ് പോയിന്റിലെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ആദ്യം റോ എന്നുള്ള ടെമ്പറേച്ചർ സ്കെയിലാണ് അല്ലെ, ആ ടെമ്പറേച്ചർ ടി എന്ന് എടുക്കുക. അത് എത്രയാണ്? അതിൽ 100 ഇൻറ്റു 0 ഡിഗ്രി റോ നോക്കാം. 100 ഇൻറ്റു 0 ഡിഗ്രി റോ. 0 ഡിഗ്രി റോ അല്ലേ നമുക്ക് സെൽഷ്യസിൽ കോറിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ XI എന്നുള്ളത് എന്താണ്? 0 ഡിഗ്രി റോ. അതിന്റെ ഐസ് പോയിന്റ് എത്രയാണ്? 100. ഐസ് പോയിന്റ് 300 റോ അല്ലേ? 300 മൈനസ് അതിന്റെ സ്റ്റീം പോയിന്റ് എത്രയാണ്? 100 റോ മൈനസ് അതിന്റെ ഐസ് പോയിന്റ് 300 റോ. ഓക്കെ, അപ്പൊ ഇത് റോയിലുള്ള ഇക്വേഷനെ അത് നമുക്ക് ഏതുമായിട്ടാണ് കോറിലേറ്റ് ചെയ്യേണ്ടത്? സെൽഷ്യസ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലിൽ 100 ഇൻറ്റു സെൽഷ്യസിന്റെ ഈ XI എന്നുള്ളത് അതായത് സെൽഷ്യസ് വാല്യൂ മൈനസ് സെൽഷ്യസ് കേസിൽ ഐസ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡ് ബൈ സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 100ഉം 100ഉം വെട്ടിപ്പോവും. അതായത് നമുക്ക് വരുന്ന എന്താണ്? 0 മൈനസ് 300, അതായത് മൈനസ് 300 ഡിവൈഡഡ് ബൈ മൈനസ് 200 ഇസ് ഈക്വൽ ടു സി മൈനസ് 0, അതായത് സി ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? സി ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 100 എന്ന് കിട്ടും. അതായത് 150 ഡിഗ്രി 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 100 വരുമ്പോൾ 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ ചെയ്തത് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീം പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുന്നതും ഐസ് പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുന്നു. സോറി, ട്രിപ്പിൾ പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും, 2 റെഫറൻസ് പോയിന്റ് മെത്തേഡും സിംഗിൾ റെഫറൻസ് പോയിന്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്, അതിന്റെ സ്കെയില് നമ്മൾ മെഷർമെന്റ് വാല്യൂ ഡിഗ്രി റോ എന്നാണ് എടുക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി റോ ആണ്. സ്റ്റീം പോയിന്റ് ഐസ് പോയിന്റ് 300 ഡിഗ്രി റോ ആണ്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി റോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൽഷ്യസ് സ്കെയിലിൽ എത്ര ഡിഗ്രി ആയിരിക്കും? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ മെഷർമെന്റിന്റെ 2 റെഫറൻസ് പോയിന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഇൻറ്റു എന്താണോ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ റോ മൈനസ് അതിന്റെ ഐസ് പോയിന്റ് റോ ഐസ് ഡിവൈഡ് ബൈ റോ സ്റ്റീം മൈനസ് റോ ഐസ്. ഇതാണ് ഇക്വേഷൻ. ഇതേപോലെ തന്നെ സെൽഷ്യസിൽ എഴുതാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 0 ഡിഗ്രി റോ ആയതുകൊണ്ട് ഇവിടെ 0 കൊടുക്കാം. ഇവിടെ ഐസ് പോയിന്റ് നമുക്ക് 300 ഡിഗ്രി റോ എന്ന് തന്നിട്ടുണ്ട്, സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി റോ എന്ന് തന്നിട്ടുണ്ട്, ഐസ് പോയിന്റ് 300 ഡിഗ്രി റോ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെയിം ടെമ്പറേച്ചർ സെൽഷ്യസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 100 ഇൻറ്റു സെൽഷ്യസ് മൈനസ് ഐസ് പോയിന്റ് എത്രയാണ് സെൽഷ്യസിൽ? 0 ഡിഗ്രി ഡിവൈഡ് ബൈ സ്റ്റീം പോയിന്റ് സെൽഷ്യസിൽ 100 ഡിഗ്രി മൈനസ് ഐസ് പോയിന്റ് 100 ഡിഗ്രി.
ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി റോ എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ക്ലിയർ ആകുന്നില്ലെങ്കിൽ പറയണേ. ഇനി അടുത്തത് പ്രഷർ റീച്ചസ് എ വാല്യൂ ഓഫ് അബ്സല്യൂട്ട് സീറോ. എപ്പോഴാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ വരുന്നത്? അറ്റ് ടെമ്പറേച്ചർ ഓഫ് -273 Kelvin under vacuum condition at earth center when molecular momentum of a system become zero. -273 Kelvin. ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ ഇത് തന്നെ എന്താണ്? തെറ്റാണ്. സീറോയില് മൈനസ് കെൽവിൻ ഉണ്ടോ? സീറോയില് ഏറ്റവും കെൽവിനിൽ മൈനസ് വാല്യൂ ഉണ്ടോ? ഇല്ല. കെൽവിനിൽ മൈനസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 കെൽവിൻ ആണ്. അപ്പൊ ആ കേസ് അല്ല. അണ്ടർ വാക്വം കണ്ടീഷൻ. വാക്വം കണ്ടീഷനിൽ പ്രഷർ അബ്സല്യൂട്ട് സീറോയിലല്ല എത്തുന്നത്. പ്രഷർ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അതിന്റെ മോളിക്യുലാർ മൊമെന്റം സീറോ ആകുന്നത്. മോളിക്യുലാർ മൊമെന്റം സീറോ ആകുമ്പോഴായിരിക്കും എന്ത്? പ്രഷർ സീറോ ആകുന്നത്. അതായത് മോളിക്യുലാർ മോഷൻസ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രഷർ സീറോ ആകുന്നത്. മോളിക്യുലാർ മൊമെന്റം സിസ്റ്റത്തിന്റെ മോളിക്യുലാർ മൊമെന്റം സീറോ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ സീറോ ആകുന്നത്. അതായത് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സീറോ കെൽവിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രഷർ സീറോ ആകുന്നത്. ഓക്കെ. ഇനി which one of the following correctly define 1 Kelvin as per internationally accepted definition of temperature scale? ഇത് ഓർത്ത് വെച്ചോളണം. ഈ ക്വസ്റ്റ്യൻ 1 കെൽവിൻ കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? 1 കെൽവിൻ നമുക്ക് എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. 1/100th ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ ബോയിലിംഗ് പോയിന്റ്, നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. പിന്നെ 1/273.15 ഓഫ് നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. നമുക്കറിയാം നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273.15 കെൽവിൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിവൈഡ് ബൈ 273.15 ഈസ് ഈക്വൽ ടു 1 കെൽവിൻ. അങ്ങനെ നമുക്ക് തോന്നാം. ഓക്കെ. അടുത്തത് 100 ടൈംസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആൻഡ് നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് അങ്ങനെയും തോന്നാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 273.16 കെൽവിൻ. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ സ്കെയിലിൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സിംഗിൾ റെഫറൻസ് പോയിന്റ് ടെമ്പറേച്ചർ സ്കെയിലിൽ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടറിനെയാണ്. അപ്പൊ 1 കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ 273.16 ആണ് 1 കെൽവിൻ എന്ന് പറയുന്നത്. നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് സിംഗിൾ റെഫറൻസ് പോയിന്റ് സിസ്റ്റത്തിലെ നമ്മൾ ഇപ്പോഴ് ടെമ്പറേച്ചർ മെഷർമെന്റ്സിന് എടുക്കുന്ന റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ്. കാരണം ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, യുണീക്ക് വാല്യൂ ആണ്. ഓക്കെ. അപ്പോൾ 1 കെൽവിൻ എന്ന് പറയുന്നത് 1/273.16 ഇൻറ്റു 16 ടൈംസ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ് 1 കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഓർത്ത് വെച്ചോളണം. ഇത് മാറിപ്പോകാനേ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു 2-3 ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എല്ലാ പ്രോപ്പർട്ടീസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇതിലേതാ ഇന്റൻസീവ് പ്രോപ്പർട്ടി? കൈനറ്റിക് എനർജി, സ്പെസിഫിക് എൻതാൽപ്പി, പ്രഷർ, എൻട്രോപ്പി. കൈനറ്റിക് എനർജി ഇന്റൻസീവ് ആണോ? നമ്മൾ പറഞ്ഞ എനർജി ഒക്കെ എന്താണ്? എക്സ്റ്റൻസീവ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ല. സ്പെസിഫിക് എൻതാൽപ്പി ഇന്റൻസീവ് ആണോ? എൻതാൽപ്പി എന്തല്ല? സ്പെസിഫിക് എൻതാൽപ്പി അതെ ഇന്റൻസീവ് ആണ്. സ്പെസിഫിക് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം എന്താ? എൻതാൽപ്പി എക്സ്റ്റൻസീവ് ആണ്, അത് ഡിവൈഡഡ് മാസ്. സ്പെസിഫിക് എൻതാൽപ്പി എന്താണ്? ഇന്റൻസീവ് ആണ്. അപ്പോൾ 2 ഇന്റൻസീവ് ആണ്. പിന്നെ പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഷർ എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്, അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻട്രോപ്പി എപ്പോഴും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്, അത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 2 and 3 കറക്റ്റ് ആൻസർ എത്രയാണ്? ബി,
2 ആൻഡ് 3 ആണെന്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിൽ വരാം. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസ്. നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ പറഞ്ഞു, PV = RT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയൽ ഗ്യാസിന്റെ കേസിൽ ഐഡിയൽ ഗ്യാസിന് 2 അസംഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു 2 അസംഷൻ? ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ 2 അസംഷൻ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല. അതെ, വോളിയം ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല. വോളിയം എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോ ഇതില് ഈ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടി കൺസിഡർ ചെയ്ത് എന്തായി, പ്രഷർ കറക്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ വോളിയം മോളിക്യൂൾസിന്റെ കൂടി കൺസിഡർ ചെയ്ത് എന്തായി, അതും ആ ഒരു അസംഷനും കറക്റ്റ് ചെയ്തു. അതായത് റിയൽ കേസിലേക്ക് വന്നു. അപ്പോ ഇത് രണ്ടും കറക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ആണെന്ത്, റിയൽ ഗ്യാസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ P+A/V² × P - B = RT. ഇതിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ഓർമ്മയുണ്ടോ? വാണ്ടർവാൾസ് ഇക്വേഷൻ. ഓക്കെ, വാണ്ടർവാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. P+A/V² × V - B = RT. ഇതാണ് ഇക്വേഷൻ. ഇനി നെക്സ്റ്റ്, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. Compressibility factor Z is 1 for ideal gas. Magnitude of Z for a gas at a particular pressure and temperature gives indication of extension of deviation from the ideal gas behavior. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടർ കംപ്രസിബിലിറ്റി ഫാക്ടർ. അതായത് നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്കറിയാം PV = RT ആണ്. റിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാക്ടർ PV = ZRT. ഈ Z എന്താണ്? കംപ്രസിബിലിറ്റി ഫാക്ടർ ആണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയും. അപ്പോ ഈ സെഡിന്റെ വാല്യൂ ഡീവിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അത് ഐഡിയൽ ഗ്യാസിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നത്, ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം റിയൽ ഗ്യാസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്തായി, PV = RT എന്ന് തന്നെ വന്നു. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ സെഡിന്റെ വാല്യൂ അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതേസമയം ഈ സെഡിന്റെ വാല്യൂ ഇപ്പൊ 1.5 RT എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു, അതെന്തായി, ഐഡിയൽ ഗ്യാസിന് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഐഡിയൽ ഗ്യാസിന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു മെഷറും കൂടിയാണ് എന്ത്, ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. കംപ്രസിബിലിറ്റി ഫാക്ടർ <1 ആവാം അല്ലെങ്കിൽ <1 ആവാം. ഓക്കെ, അപ്പോ രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റിയൽ ഗ്യാസ് ആയി മാറുകയാണ്. ഓക്കെ, അപ്പോ എത്രമാത്രം സെഡിന്റെ വാല്യൂ ഡീവിയേറ്റ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് എത്രമാത്രം വാല്യൂ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു മെഷറാണ് എന്ത്, ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് എത്രമാത്രം ഗ്യാസ് ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു മെഷർ കൂടിയാണ് എന്ത്, ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ഫോർ ഐഡിയൽ ഗ്യാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ ക്ലാസ്സിൽ. ഓക്കെ, പിന്നെന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് Z ഫോർ എ ഗ്യാസ് അറ്റ് എ പർട്ടിക്കുലർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഗിവ്സ് ദ ഇൻഡിക്കേഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് ഗ്യാസ് ഫ്രം ദ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഈ സെഡിന്റെ മാഗ്നിറ്റ്യൂഡ്, സെഡിന്റെ വാല്യൂ എത്രമാത്രം കൂടുന്നു അല്ലെ എത്രമാത്രം കുറയുന്നു എന്നുള്ളത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? ഐഡിയൽ ഗ്യാസിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു, ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ 1 and 2, ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിൽ കൂടുതൽ ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ വന്നു ഇതിൽ ഏതൊക്കെ ഇന്റൻസീവ്? കൈനറ്റിക് എനർജി എക്സ്റ്റൻസീവ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, അത് ഇന്റൻസീവ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. പ്രഷർ ഇന്റൻസീവ് ആണ്. എൻട്രോപ്പി എക്സ്റ്റൻസീവ് ആണ് അല്ലെ? അപ്പോ 2 and 3 ഓൺലി. ആൻസർ ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. പിന്നെ അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് പ്രോസസ് അപ്രോക്സിമേറ്റ് സ്റ്റീമിംഗ് ഓഫ് ഫുഡ് ഇൻ എ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് പ്രോസസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്.
നമ്മൾ കുറെ പ്രോസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഐസോതെർമൽ പ്രോസസ്സ്, ഐസോതെർമൽ, ഐസോബാറിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്, ഐസോകോറിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്, ഐസെൻട്രോപിക്. ഇതിലേതാണ്? നിങ്ങൾ നോക്കുക, പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രഷർ കുക്കറിൽ നമ്മൾ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് വോളിയം ഉണ്ട് അല്ലെ, അതിനെ ഹീറ്റ് ചെയ്യുന്നു, വോളിയം ഹീറ്റ് ചെയ്യുന്നു. അവിടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ല. നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ചേഞ്ച് ആവുന്നില്ല. വോളിയം ചേഞ്ച് ആവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചേഞ്ച് ആവണം? പ്രഷർ ചേഞ്ച് ആവണം. അപ്പൊ അത് എന്ത് പ്രോസസ്സാണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണോ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണോ, കോൺസ്റ്റന്റ് ഐസോതെർമൽ പ്രോസസ് ആണോ? ഏതായിരിക്കും? അവിടെ ചേഞ്ച് ആവാത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ്. വോളിയം. അപ്പോ ഐസോകോറിക് പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് എന്ത്? പ്രഷർ കുക്കറിൽ. ഇനി അടുത്തത്, ഇതൊക്കെ ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. തെർമോമീറ്ററും അതിന്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മെർക്കുറി ഇൻ ഗ്ലാസ്, അതായത് നമ്മളെ മെർക്കുറി സാധാരണ തെർമോമീറ്റർ, അതിന്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? മെർക്കുറി ലെങ്ത്. ഓക്കെ. തെർമോകപ്പിള് നമുക്കറിയാലോ, വോൾട്ടേജ്, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് വോൾട്ടേജ്. രണ്ട് ഡിഫറെന്റ് ടൈപ്പ് വയർ രണ്ട് പോയിന്റിൽ കോണ്ടാക്ട് വരുമ്പോൾ ഉള്ള ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്. തെർമിസ്റ്റർ റെസിസ്റ്റൻസ്. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ്. ഇവിടെയാണ് നമുക്ക് വേറൊരു പ്രശ്നം വരിക. ഇപ്പൊ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും, കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ, എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു വോളിയം എന്നും കൂടെ വരും. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ആണ് അവിടെ തെർമോമെട്രിക് പ്രോപ്പർട്ടി. കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിലെ പ്രഷറും കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്ററിലെ വോളിയമാണ്. അത് മാറിപ്പോരുതേ. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മെർക്കുറി ലെങ്ത് A3 ആണ്, തെർമോകപ്പിള് 3, 4, 2, 1. ഓക്കെ. ആൻസർ ഓപ്ഷൻ ഡി. എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞു സർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. പ്രഷർ കുക്കറിന്റെ അത് മനസ്സിലായില്ല സർ. പ്രഷർ കുക്കറിൻ്റെത് ഒരു മിനിറ്റ്. വേറൊന്നുമില്ല. പ്രഷർ കുക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രഷർ കുക്കർ എന്താണ്? നമ്മുടെ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു വോളിയം, അതായത് നമ്മുടെ കുക്കർ. ഓക്കെ, അത് കൺസീൽഡ് ആണ് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഒരു വോളിയം, കുക്കറിന്റെ ഉള്ളിലുള്ള വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. അപ്പോൾ വോളിയത്തിന് ചേഞ്ച് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഹീറ്റ് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രഷർ കുക്കറിലുള്ള പ്രോസസ് ഏതാണ്, തെർമോഡൈനാമിക് പ്രോസസ് ഏതാണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റന്റ് വോളിയം ആയിട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്യാസിനെ കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചുകൊണ്ട് അതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് പ്രഷർ കുക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. ഓക്കെ, അതാ ചോദിച്ചുള്ളൂ. പ്രഷർ കുക്കറിൽ ഫുഡ് ആകുന്നത് അല്ലെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്ത് തെർമോഡൈനാമിക് പ്രോസസ് ആണ് നടക്കുന്നത്? നമുക്ക് വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും, ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. ഓക്കെ, പ്രഷർ കുക്കറിൽ കോൺസ്റ്റന്റ് വോളിയം ആണ്. നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആയി പോവാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെന്നൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഐസോകോറിക്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഐസോകോറിക് പ്രോസസ്. ഓക്കെ,
ക്ലിയർ ആണോ? എക്സ്ക്യൂസ് മീ സർ, ഈ ഐസ് എൻതാൽപിക് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ടോ സർ? ഐസ് എൻതാൽപ്പിക്ക് എന്നുള്ള പ്രോസസ്സ് ഉണ്ട്. അതായത് എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ടുള്ള പ്രോസസ്സ്. അത് മറ്റേ നമ്മളെ ഇതിലൊക്കെ ഉള്ള പ്രോസസ്സാണ്. നമ്മളെ എക്സ്ട്രീംലി ലോ ലെവലിലേക്ക് ടെമ്പറേച്ചർ ഒക്കെ മാറ്റുന്ന പ്രോസസ്സുകളിലൊക്കെ ഉണ്ട്. ഐസ് എൻതാൽപ്പിക് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ സർ. അതായത് നമ്മളെ എൻതാൽപ്പി ചേഞ്ച് ഇല്ലാത്ത പ്രോസസ്സുകൾ നമ്മളെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൊക്കെ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞു. An ideal gas at 27 degrees Celsius is heated at a constant pressure till its volume becomes 3 times. ഇത് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെ ഒരു തെറ്റേ നമുക്ക് വരുള്ളൂ. വാട്ട് വുഡ് ബി ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. വോളിയം എന്താകുന്നു? ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയം V1 ആണെങ്കിൽ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 3 ടൈംസ് V1 ആണ്, 3 ടൈംസ് ആവും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ T2, ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിരിക്കാം. നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2. ഇതിൽ T2 കണ്ടുപിടിക്കാനൊന്നുമില്ല, V2 ഡിവൈഡ് ബൈ V1 ഇൻറ്റു T1, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് തെറ്റ് വരുന്ന ആകെ ഒരു കേസേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ 27 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഏത് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അവിടെ 27 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റും. കറക്റ്റ് തെറ്റായിട്ടുള്ള ഉത്തരം എന്തുണ്ടാവും? തെറ്റായിട്ടുള്ള ഉത്തരം അവിടെ ഉണ്ടാവും. നമ്മൾ ഈ 27 ഡിഗ്രി എന്നുള്ളത് അതിൻ്റെ 273 കൂടി കൂട്ടിയിട്ട് 300 ഡിഗ്രി 300 കെൽവിൻ എന്നാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 600 കെൽവിൻ എന്ന് വരും. 600 കെൽവിന് നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ 327 ഡിഗ്രി, ഇതാണ് 327 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആൻസറിൽ ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 327 ഡിഗ്രി സെൽഷ്യസിന് ആൻസർ വരും. ക്ലിയർ ആവണ്ടില്ലല്ലോ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2. ഈ T2 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V1 ഇൻറ്റു T1. ഓക്കെ, ഇതില് നമുക്ക് വോളിയം എന്ത് വരുന്നുണ്ട്? 3 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3V1 by V1 ഇൻറ്റു T1 എന്ന് പറയുന്നത് എത്രയാണ്? 300. വോളിയം 3 ടൈംസ് അല്ലേ? ഓക്കെ, വോളിയം ബിക്കംസ് 3 ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്ന എക്സ്പ്ലനേഷനിൽ തെറ്റുണ്ട്. 900 കെൽവിൻ. ഓക്കെ, ഞാൻ ഇവിടെ ഈ തന്നതിലില്ലേ, ഇവിടെ വോളിയം 2 ടൈംസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നത് കേട്ടോ. അപ്പോൾ വോളിയം ബിക്കംസ് 3 ടൈംസ് ആണ്. അപ്പൊ 3 ഇൻറ്റു 300 കെൽവിൻ ആണ് വരിക. അതായത് 900 കെൽവിൻ. 900 കെൽവിൻ എന്ന് പറയുമ്പോൾ 627 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഈ എക്സ്പ്ലനേഷൻ ഞാൻ സ്ലൈഡ് ഇടുമ്പോൾ മാറ്റിയിടുക കേട്ടോ. ഈ എക്സ്പ്ലനേഷനിൽ ഞാൻ 2 ടൈംസ് വോളിയം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഓക്കെ, കറക്റ്റ് ആൻസർ 627 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ അല്ലേ ആ പറഞ്ഞത്? അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്, നമ്മളോട് എപ്പോഴും പെട്ടെന്ന് ധൃതിയിൽ മാറിപ്പോവുക, യൂണിറ്റ് മാറ്റാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് കെപ്റ്റ് ഇൻ എ വെൽ ഇൻസുലേറ്റഡ് തെർമോഫ്ലാസ്ക് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സിസ്റ്റം. നമുക്കറിയാം ഒരു തെർമോഫ്ലാസ്ക് നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് കാണുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം, അതായത് എനർജി ട്രാൻസ്ഫർ ചെയ്യാനും പാടില്ല, മാസും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഫ്ലാസ്കിൽ ഒരു ഹോട്ട് വാട്ടർ ഒക്കെ വെച്ചാൽ എന്തുണ്ടാവും? അവിടെ തന്നെ കാണും അല്ലേ? പക്ഷേ യൂണിവേഴ്സൽ നമ്മൾ റിയൽ ലൈഫിൽ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? യൂണിവേഴ്സ് മാത്രമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിവേഴ്സ് മാത്രമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. പക്ഷെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് കൺസിഡറേഷനിൽ നമുക്ക് എന്ത് പറയാം? തെർമോഫ്ലാസ്ക് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയും.
റിയലിൽ എന്താണ്, യൂണിവേഴ്സ് മാത്രമാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി അടുത്തത് മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ലോ? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇതിൽ ഏതൊക്കെയാണ് ഇന്റൻസീവ്? ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ പ്രോപ്പർട്ടീസ് കൂടുതൽ കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3-4 ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം എല്ലാ പ്രോപ്പർട്ടീസിനെയും പരിചയവും. ടെമ്പറേച്ചർ എന്താണ്? ഇന്റൻസീവ് ആണ്. ടെമ്പറേച്ചർ ഇന്റൻസീവ് ആണ്. വിസ്കോസിറ്റി, ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. വിസ്കോസിറ്റി മാസ് ഡിപെൻഡന്റ് അല്ലേ എന്നൊക്കെ വിചാരിക്കും. വിസ്കോസിറ്റി ഇന്റൻസീവ് ആണ്. സ്പെസിഫിക് എൻട്രോപ്പി ഇന്റൻസീവ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഇന്റൻസീവ് ആണ്. അപ്പൊ എന്താണ്, ഓൾ ഓഫ് ദ എബവ് 4 എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ പറയാം. സാർ ഇത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും സാർ, ഈ ഇന്റൻസീവും എക്സ്റ്റൻസീവും? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസിലൂടെ വരുന്നതാണ്. നമുക്ക് ശരിക്കും മാസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇന്റൻസീവ് എന്ന് പറയുന്നത്. ഇപ്പം മാസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എനർജി, ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് എൻതാൽപ്പിന്റെ കേസ് പറയുമ്പോൾ എൻതാൽപ്പി നമ്മൾ mCp/dT എന്നല്ല പറയുന്നത്, അവിടെ മാസ് വന്നു. അതുപോലെ തന്നെ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച്, അവിടെയും മാസ് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ എനർജിയുടെ ഏത് ഫോമും എന്താണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എൻട്രോപ്പി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എൻട്രോപ്പിയുടെ ഫോമുല നോക്കുക, dS=dQ/T, ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പൊ ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ഒരു എനർജി ഫോമാണ്. ഹീറ്റ് മാസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം പെട്ടെന്ന് ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ വിസ്കോസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഒക്കെ, വിസ്കോസിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, ഇതൊക്കെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ്. ഇപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് അയൺ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് വുഡ് എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അത് ആ മെറ്റീരിയലിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ, ഓക്കെ സർ. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് അല്ലേ? അതെ, ഇന്റൻസീവ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് മാസും, എക്സ്റ്റൻസീവ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ മാസും. ഞാൻ പറഞ്ഞാൽ മാറിപ്പോയിട്ടുണ്ടായിരുന്ന? മാറിയതൊക്കെ തോന്നി. അല്ലല്ല, ഇന്റൻസീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്താൽ മതി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറ്, ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്, എക്സ്റ്റൻസീവ് ഡിപ്പെൻഡന്റ്. അതായത് ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ IN വരുന്നത് IN ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, എക്സ്റ്റൻസീവ് വരുന്ന മാസ്. അതെ, അങ്ങനെയാണ് ഞാൻ ഓർക്കാറ്. ഓക്കെ, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ചധികം ക്വസ്റ്റ്യൻസ്. നമുക്കൊരു 3-4 സ്ലൈഡ് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്ന 1-2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഏകദേശം കുറെ കാര്യങ്ങൾ നമ്മൾ പോയത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്റ്റിൽ വരും. നമ്മളിപ്പം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും. അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ വരും. ഓക്കെ, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കായി ടെക് PSC ഒരുക്കുന്നു ഒരു 100K സ്പെഷ്യൽ ഓഫർ. മുൻ വർഷങ്ങളിലെ തിളക്കമാർന്ന വിജയം ഉൾപ്പെടെ ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC നടത്തുന്ന ഈ കോഴ്സുകൾ നയിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീമാണ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ടോടെ വെറും 3600 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.